നമസ്കാരം. രാജ്യത്ത് അതായത് ഹൈദരാബാദിലും അതോടൊപ്പം തന്നെ കേരളത്തിലും അടക്കം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഈ മുസ്ലിമുകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലടക്കം വലിയ രീതിയിൽ ഈ അൺലിമിറ്റഡ് ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി കടകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. അതായത് ഓരോ ദിവസവും ചെറിയ മുറികളിൽ വെച്ചിട്ട് ബിരിയാണി കടകൾ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് തുറക്കുന്നു. 80 രൂപയുടെ ബിരിയാണി അല്ലെങ്കിൽ 100 രൂപയുടെയൊക്കെ അൺലിമിറ്റഡ് ബിരിയാണി തുറക്കുന്നു. ഇതിൽ ആദ്യമേ തന്നെ ആദായ നികുതി വകുപ്പിന് ഒരു സംശയം തോന്നിയതാണ്. കാരണം ഈ 80 രൂപയുടെയും 100 രൂപയുടെയൊക്കെ അൺലിമിറ്റഡ് ബിരിയാണിയെ പറ്റി ആദ്യമേ തന്നെ അവർ ഒന്ന് അനൗദ്യോഗികമായി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ 80 രൂപയുടെ 100 രൂപയുടെയൊക്കെ ബിരിയാണികൾ വരുന്നത് ഏതെങ്കിലും ചത്ത കോഴികളെ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഈ അസുഖം വന്ന് മരിക്കുന്ന കോഴികളും അതോടൊപ്പം തന്നെ അതിർത്തി കടന്നു വരുമ്പോൾ ഏകദേശം ഒരു 200 കോഴികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലൊരു 50 കോഴികളൊക്കെ മരിക്കും. അപ്പോൾ ആ മരിക്കുമ്പോൾ തന്നെ അത് വിഷാംശമായി മാറും. അതൊക്കെ വെച്ചിട്ടാണ് ഈ മുസ്ലിമുകൾ ഈ ബിരിയാണി കടകളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഈ മുസ്ലിമുകളും അതോടൊപ്പം തന്നെ ജിഹാദികളുമൊക്കെ ഈ അൺലിമിറ്റഡ് ബിരിയാണികൾ ഓരോ ദിവസവും കേരളത്തിലും ഹൈദരാബാദിലും അടക്കം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളടക്കം ഇവരിങ്ങനെ ബിരിയാണി കടകൾ തുടങ്ങി വലിയ രീതിയിലുള്ള പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കേന്ദ്ര ഏജൻസികൾക്ക് NIA-ക്കും അതോടൊപ്പം തന്നെ ED-ക്കും അടക്കം ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കാനാണോ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഇവർ ഉപയോഗിക്കാനാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുസ്ലിമുകളുടെ ബിരിയാണി കടകളിൽ പോയിട്ടും ജിഹാദികളുടെയൊക്കെ ബിരിയാണി കടകളിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവർ ചിലപ്പം ഭക്ഷണത്തിൽ തുപ്പിയിട്ടായിരിക്കും ഇവർ തരുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോയി കഴിക്കുമ്പോൾ. അങ്ങനെ ഇൻകം ടാക്സ് ആദ്യം ഒരു അനൗദ്യോഗികമായ ഒരു പരിശോധനയൊക്കെ നടത്തിയപ്പോൾ എന്തൊക്കെ ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് മനസ്സിലായി. സ്വാഭാവികമായി ആദായ നികുതി വകുപ്പ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ AI ഉപയോഗിച്ചു. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തിയപ്പോൾ 70,000 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇൻകം ടാക്സ് ഈ ബിരിയാണി കടകളിൽ അടക്കം നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും അടക്കം നടത്തിയ പരിശോധനയിൽ പ്രമുഖ ബിരിയാണി റെസ്റ്റോറന്റ് ശൃംഖലയിൽ നിന്ന് ഇത്തരത്തിൽ 70,000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. AI, ബിഗ് ഡേറ്റ അനാലിസിസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്തെ 1 ലക്ഷത്തിലധികം റെസ്റ്റോറന്റുകൾ ഉപയോഗിക്കുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിലെ 60 ടെറാബൈറ്റ് ട്രാൻസാക്ഷൻ ഡേറ്റകളാണ് ഇതിനായി ഉദ്യോഗസ്ഥർ വിശദമായി ഒരു വിശകലനം ചെയ്തത്. ഏകദേശം 1.77 ലക്ഷം റെസ്റ്റോറന്റ് ഐഡികളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിനായി പരിശോധിച്ചത്. 2019-20 മുതൽ നടന്ന വെട്ടിപ്പാണ് AI ഉപയോഗിച്ച് അതായത് ഇൻകം ടാക്സ് വകുപ്പ് വെളിച്ചത്ത് വരുത്തിയത്. ആന്ധ്രയിലെയും അതോടൊപ്പം തന്നെ തെലങ്കാനയിലെയും കേരളത്തിലെയും ബിരിയാണി ശൃംഖലകളിലായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം. ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഈ റെസ്റ്റോറന്റുകൾ ബിൽ തുക ആദ്യം കൃത്യമായി തന്നെ രേഖപ്പെടുത്തും. പിന്നീട് നിശ്ചിത തുക ഡിലീറ്റ് ചെയ്യും. ചില റെസ്റ്റോറന്റുകൾ വരുമാനം കുറച്ചു കാട്ടിയും തിരിമറി നടത്തി. ഇങ്ങനെയാകെ 70,000 കോടി രൂപ മതിക്കുന്ന വരുമാനം കുറച്ചു കാട്ടി നികുതി വെട്ടിച്ചുവെന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയിരിക്കുന്നത്. ബില്ലുകൾ ഡിലീറ്റ് ചെയ്ത് മാത്രം 13,317 കോടിയുടെ തട്ടിപ്പ് നടത്തി. 70,000 കോടിയിലെ ബാക്കി വെട്ടിപ്പ് നടത്തത് വരുമാനം മറച്ചുവെച്ചും കൂട്ടത്തോടെ ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്തുമാണ്. ആന്ധ്രയിലും തെലങ്കാനയിലുമായി മാത്രം 5,141 കോടിയുടെ വെട്ടിപ്പ് ഇത്തരത്തിൽ നടന്നു. 1.77 ലക്ഷം റെസ്റ്റോറന്റുകളിലായി തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം റെസ്റ്റോറന്റുകളുടെ 10% വരുന്നത്. 1.15 ലക്ഷം യൂസർമാരുടെ 60 TB വരുന്ന ഡേറ്റ ഇതിനായി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. മൊത്തം 2.43 ലക്ഷം കോടി രൂപ മതിക്കുന്ന ബില്ലുകളാണ് പരിശോധിച്ചത്. 70,000 കോടി രൂപയുടെ വരുമാനം സോഫ്റ്റ്വെയറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നികുതി വെട്ടിക്കുറയ്ക്കുകയായിരുന്നുവെന്ന് ഇതുവഴി ഇൻകം ടാക്സ് കണ്ടെത്തി. ഓരോ 100 രൂപ സോഫ്റ്റ്വെയറിൽ ചേർക്കുമ്പോഴും പിന്നീട് 20 രൂപ ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെ 27% വെട്ടിപ്പാണ് ഈ ബിരിയാണി കടകളിൽ അടക്കം നടത്തിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശ്, അതായത് ഉപഭോക്താവ് കൊടുക്കുന്ന കാശ് അല്ലെങ്കിൽ UPI അല്ലെങ്കിൽ ATM കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവ വഴി കിട്ടുന്ന പണത്തിന്റെ കണക്ക് റെസ്റ്റോറന്റുകൾ കൃത്യമായി തന്നെ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തും. ജീവനക്കാരും മറ്റും തട്ടിപ്പ് നടത്തുന്നത് തടയാനാണിത്. എന്നാൽ പിന്നീട് ആദായ നികുതി വകുപ്പ്, GST എന്നിവ അടയ്ക്കുന്നതിനു മുമ്പായി സോഫ്റ്റ്വെയറിൽ നിന്ന് നിശ്ചിത ബില്ലുകൾ ഡിലീറ്റ് ചെയ്യും. ബാക്കി തുകയുടെ നികുതി മാത്രമാണ് അടയ്ക്കുക. ഇങ്ങനെ നികുതി വെട്ടിക്കും. ചില റെസ്റ്റോറന്റുകൾ 30 ദിവസത്തെ വരെ കണക്കുകൾ കൂട്ടത്തോടെ ഡിലീറ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ചില റെസ്റ്റോറന്റുകൾ ബില്ലൊന്നും ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും ആദായ നികുതി അല്ലെങ്കിൽ GST വകുപ്പുകളിൽ കുറഞ്ഞ വരുമാനം മാത്രം റിപ്പോർട്ട് ചെയ്ത് നികുതി വെട്ടിച്ചു. 70,000 കോടിയുടെ വരുമാനം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയെങ്കിലും പിഴ ഉൾപ്പെടെ മൊത്തം എത്ര തുക വരും എന്ന ബാധ്യതയാണ് റെസ്റ്റോറന്റുകൾ ഇനി അടയ്ക്കേണ്ടി വരിക എന്നാണ് ഇൻകം ടാക്സ് പറഞ്ഞത്. അതായത്
ഓരോ റെസ്റ്റോറൻറ്റുകളും വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ഇൻകം ടാക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പിഴ ആ റെസ്റ്റോറൻറ്റുകൾ അടക്കേണ്ടി വരും. തമിഴ്നാട്, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. കർണാടക 2000 കോടി രൂപയും തെലങ്കാന 1500 കോടി രൂപയും തമിഴ്നാട് 1200 കോടി രൂപ എന്നിങ്ങനെയാണ് നികുതി വെട്ടിച്ചത്. ഹൈദരാബാദിലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തി സെയിൽസ് കുറച്ചു കാണിക്കുന്ന രീതിയാണ് റെസ്റ്റോറൻറ്റുകൾ പിന്തുടർന്നത്. നിലവിൽ പരിശോധിച്ച സോഫ്റ്റ്വെയർ ആകെ വിപണിയുടെ 10% മാത്രമേ വരുന്നുള്ളൂ. അതിനാൽ തന്നെ സമാനമായ മറ്റ് ബില്ലിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി വകുപ്പിന്റെ തീരുമാനം. വെട്ടിച്ച നികുതിയുടെ കൃത്യമായ തുകയും പിഴയും ഉദ്യോഗസ്ഥർ കണക്കാക്കി വരുന്നതേ ഉള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ NIA അടക്കം അന്വേഷിക്കും. ഈ തുക, അതായത് വെട്ടിച്ച ഈ 70,000 കോടിയുടെ തുക എവിടെ പോയി എന്നടക്കം അന്വേഷിക്കണമെങ്കിൽ അത് കൃത്യമായി തന്നെ NIAയുടെ പക്കലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ തുക ലഹരി കടത്തിനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിനോ ഉപയോഗിച്ചിരിക്കാം എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് NIA കൂടി വരികയാണ്.